ബിഗ് ബോസ് വീട്ടിൽ എവിടെയും ഒറ്റ സംസാരം മാത്രം. അനീഷ് ശരിക്കും പുറത്ത് ഫാൻസൊക്കെ ഉണ്ടോ? നമ്മുടെ ആദിലയും നൂറയും ശരത്തും ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആദില പറയാണ്, ഓരോരുത്തരുടെ ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എല്ലാവരും നല്ല രീതിയിലുള്ള ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ ജിസേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ജിസേലിന് പുറത്ത് നല്ല സ്ട്രോങ് പ്ലെയർ ആണെന്ന് നൂറ പറയുന്നുണ്ട്. പുറത്ത് സപ്പോർട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഞാനിങ്ങനെ എല്ലാവരോടും സൗഹൃദത്തിൽ സംസാരിച്ച് അങ്ങനെ പോകുന്ന ഒരു ഗെയിമാണ് എൻ്റെ ഗെയിം എന്ന് ശരത്ത് പറയുന്നുണ്ട്. അപ്പോൾ നൂറ് പറയുന്നുണ്ട്, ചേട്ടാ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുന്നുണ്ട്. ചേട്ടൻ അനീഷേട്ടനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. ചേട്ടൻ അനീഷേട്ടൻ്റെ പുറകെ ഇങ്ങനെ പോകണ്ട. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോഴും അത് തന്നെയല്ലേ പറഞ്ഞത്. ചേട്ടൻ ദേഷ്യം കുറച്ച് അനീഷേട്ടൻ്റെ പുറകെ നടക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ശരത്ത് അവിടെ എഴുതി കാണിക്കുകയാണ്, ലാലേട്ടൻ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ്. പുറത്ത് ഫാൻ ബേസ് ഉള്ളവർക്കാണ് അങ്ങനെ സംസാരിക്കുന്നതാണ് എന്ന് എഴുതി കാണിക്കുകയാണ്. ശരത്ത് പറയുന്നുണ്ട് അതായിരിക്കും, അല്ലാതെ അനീഷിന് പുറത്ത് ഫാൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദില നൂറെ അതിനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആദില പറയുന്നുണ്ട്, ചേട്ടൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല, അത് നല്ല രീതിയിലായിരിക്കുന്നു തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണ്ടല്ലോ, ചേട്ടൻ കുറച്ച് ദേഷ്യം കുറയ്ക്കണം എന്നൊന്നും ലാലേട്ടൻ അങ്ങനെ പറയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഇത് അങ്ങനത്തെ ഒരു ഗെയിമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആദിൽ എഴുതാൻ വന്നപ്പോഴേക്കും ക്യാമറ ഫോക്കസ് ആയി കഴിഞ്ഞപ്പോൾ ആദിൽ അവിടെ എഴുതുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആദില പറയുന്നുണ്ട്, ചേട്ടൻ എന്താണെങ്കിലും അനീഷേട്ടൻ ഇനി ഒന്ന് ടാർഗറ്റ് ചെയ്യണ്ട, ചേട്ടൻ അല്ലാതെ ഒന്ന് ഗെയിം കളിക്കുകയെന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോഴത്തെ ബി മെറ്റീരിയൽ ആരാണെന്ന ചോദ്യത്തിന് അനീഷ് എന്നാണ് ബിഗ് ബോസ് കുടുംബങ്ങളെല്ലാവരും ഉത്തരം പറയുന്നത്. എന്താണെങ്കിലും അനീഷിൻ്റെ തിരിച്ചുവരവ് നിങ്ങൾക്കിഷ്ടമായോ?